നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം NS ചെയ്ത സേവനങ്ങളെ കുറിച്ചുകൂടി വിശദീകരിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കേണ്ടത് എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമുക്കെല്ലാവർക്കും മാതൃകയായിരുന്നു NS. ആലപ്പുഴ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു NS. കൊല്ലത്ത് നിന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായ മറ്റൊരാളുണ്ട് ഈ വേദി, അത് ബേബിയാണ്. അപ്പോൾ പല ഘട്ടങ്ങളിലും കൊല്ലവും ആലപ്പുഴയും തമ്മിലുള്ള ആത്മബന്ധം അത് ദൃഢീകരിക്കുന്നത് ഇവരിലൂടെയൊക്കെയാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം. നമ്മുടെ ജില്ലയിലെ പാർട്ടിക്ക് ഒരു സംഘടന കരുത്ത് അതിപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. കാരണം ഏതെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ആ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു സംഘടനാ കരുത്ത് ആലപ്പുഴയിലെ പാർട്ടിക്കുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ ആലപ്പുഴ പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. ആലപ്പുഴ പാർട്ടിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ ഘട്ടത്തിലെല്ലാം മറ്റ് പല ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി പതറാതെ നിശ്ചയദാർഢ്യത്തിലൂടി വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങളെ പഠിച്ചു മനസ്സിലാക്കി ആശയദൃഢതയോട് ആലപ്പുഴ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ പാർട്ടിയുടെ എല്ലാ ഘട്ടത്തിലുള്ള നേതാക്കന്മാർ കഴിഞ്ഞിട്ടുണ്ടെന്ന വസ്തുതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല സംഘടനാ സംവിധാനമുള്ള പാർട്ടികൾ. അതിൽ കുറവുകളോ അല്ലെങ്കിൽ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തിപ്പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ആ നിലയിൽ അതിനൊരു അടിത്തറയിട്ട നേതാവായിരുന്നു NS. ആ മാതൃക ഇന്നും പാർട്ടി പിന്തുടരുന്നു. തീർച്ചയായിട്ടും ആലപ്പുഴ പാർട്ടിക്കും കേരളത്തിലെ പാർട്ടിക്കും തൊഴിലാളി പ്രസ്ഥാനത്തിനും NS നൽകിയ എല്ലാ സംഭാവനകളെയും ഞാൻ ഓർക്കുകയാണ്. നമ്മളൊരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അധികാരത്തിലേക്ക് മൂന്നാം ഘട്ടം കടന്നുവരാൻ പര്യാപ്തമായ രാഷ്ട്രീയ അന്തരീക്ഷത്തെ വല്ലാത്ത നിലയിൽ വക്രീകരിക്കാനുള്ള പരിശ്രമമാണ് വലതുപക്ഷം നടത്തുന്നത്. ആ കാര്യത്തിൽ പൊതു മേഖലയിൽ നിൽക്കുന്ന പൊതുവായ ചില സാഹചര്യങ്ങളിൽ ആളുകൾക്കിടയിൽ പോലും പ്രചരിപ്പിക്കുന്നതുണ്ട്, അത് വീഴുന്നുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇടതുപക്ഷത്തിന് ഒരു ഭരണം വേണോ? ഇനി 10 വർഷം ഭരിച്ച് നമ്മൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയൊരു ഭരണത്തിന്റെ ആവശ്യമില്ല, കുറച്ചു കാലം മാറി നിൽക്കണമെന്നൊരു നറേറ്റീവ് കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളം ഒരു ഇടതുപക്ഷ മനസ്സുള്ള സംസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷം, വളരെ പുരോഗമനമായി ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരായ ഇടതുപക്ഷ മനസ്സുള്ളവർ കേരളത്തിൽ. ആ ഇടതുപക്ഷ മനസ്സുള്ളവരും കമ്മ്യൂണിസ്റ്റുകാരായ ഇടതുപക്ഷക്കാരുടെയും ഇനിയും ഒരു ഭരണം ഒന്ന് മാറി നിൽക്കട്ടെ എന്ന തരത്തിലുള്ള ഈ നറേറ്റീവ് നമ്മൾ ഗൗരവമായി കാണും. ഇത് പ്രചരിപ്പിക്കുന്നതിന്റെ ഫലമായി നമുക്കിടയിൽ പോലും അത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് എന്നത് വർത്തമാനകാല സാഹചര്യത്തിൽ നമുക്ക് കാണാം. ചില ആളുകളിലെങ്കിലും അത്ര ആശയക്കുഴപ്പങ്ങൾ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ കാണണം. നമ്മുടെ പ്രസ്ഥാനം കേരളത്തിൽ ഒരു തുടർഭരണം നടത്തിയാൽ മാത്രമേ ഇന്ന് കേരളത്തിൽ ഉയർന്നു വന്ന വികസനവും ക്ഷേമവും നിലനിൽക്കത്തുള്ളൂ. ഇതാണ് വസ്തുത. കേരളം വലിയ നിലയിൽ മാറിയിരിക്കുകയാണ്. അത് നമ്മുടെ ഗവൺമെന്റിന്റെ തുടർച്ചയായ ഭരണത്തിന്റെ ഭാഗമാണ്. വീണ്ടും ഒരു തുടർഭരണത്തിലേക്ക് വരുമ്പോൾ ഇത് കൂടുതൽ മുന്നോട്ട് പോകത്തുള്ളൂ. നാം പ്രതിനിധീകരിക്കുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ NS-നെ പോലുള്ള നേതാക്കന്മാർ പ്രതിനിധീകരിച്ച ജനവിഭാഗം, അവർക്ക് 2000 രൂപ പെൻഷൻ കൊടുത്തതിൽ 1900 രൂപ നമ്മളെ കൊടുത്തു. നമ്മൾ ആ ജനവിഭാഗത്തുള്ള താല്പര്യമുള്ളതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ സ്ത്രീകൾക്ക് 10 ലക്ഷം പേർക്ക് 1000 രൂപ വെച്ച് കൊടുക്കും. നമ്മുടെ ആ ജനവിഭാഗത്തുള്ള താല്പര്യം കൊണ്ടാണ്. 5 ലക്ഷം പേർക്ക് വീട് കേരളത്തിൽ കൊടുത്തത് നമ്മുടെ പാർട്ടിയും ഗവൺമെന്റുമാണ്. ആ ജനവിഭാഗത്തിൽ താല്പര്യമുള്ളതുകൊണ്ടാണ്. അപ്പൊ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗം, ഇപ്പൊ തീരദേശ മേഖല എടുക്കുക, ഇത്രയും പ്രവർത്തനം നടത്തിയൊരു കാലമുണ്ട്. എത്രായിരം കോടി രൂപയുടെ സഹായമാണ് തീരദേശ മേഖല പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കൊടുത്തത്. 320ഓളം കുട്ടികൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ യൂറോപ്പിലടക്കം പോയി പഠിക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ട്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെ പ്രതിനിധാനം ചെയ്യുന്നു, ഈ ഗവൺമെന്റ് ആരുടെ പ്രതിനിധിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നത് വളരെ വ്യക്തവും കൃത്യവുമാണ്. നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ഒരു മുതലാളിത്ത സാമൂഹിക ഘടനയിൽ നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭാഗം തന്നെയാണ്. ആ രാജ്യത്തിന്റെ ഭാഗമായ നമ്മുടെ സംസ്ഥാനം ഒരു ബദൽ രാഷ്ട്രീയം വികസനത്തിനും ക്ഷേമത്തിനും മുന്നോട്ട് പോവുകയാണ്. ആ ബദൽ രാഷ്ട്രീയം ആർക്കു വേണ്ടി എന്ന ചോദ്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആ ചോദ്യം പാവപ്പെട്ടവന് വേണ്ടിയാണ്, അല്ല സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ്, അല്ല അധ്വാനിക്കുന്നതിന് വേണ്ടിയാണ് എന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മറ്റൊരു നറേറ്റീവിലൂടെ
ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇനി ഒരു ഭരണത്തിൽ വരേണ്ട കാര്യമില്ല, അവർ വിശ്രമിക്കട്ടെ. ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷമെന്ന കേരളത്തിൽ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തീവ്ര വലതുപക്ഷത്തിന്റെ ഭാഗമായി എല്ലാ അർത്ഥത്തിലും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും പ്രവർത്തിക്കുന്ന കോൺഗ്രസ് UDF-ആണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന നിലയിലേക്കുള്ള ഒരു ക്യാമ്പയിൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. കുറച്ചെങ്കിലും അത് പ്രതിഫലിക്കുന്ന ഒരു വസ്തുതയാണ്.